നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാരുതി സുസുക്കി വിക്ടോറസ് എന്ന് പറയുന്ന ഒരു മിഡ് സൈസ് SUV ആണ്. ഇത് വിക്ടോറസ് എന്ന് പറയുന്ന മോഡലിൻ്റെ VXi എന്ന് പറയുന്ന സെക്കൻഡ് വേരിയൻ്റ് ആണ്. ബേസിൽ നിന്ന് സെക്കൻഡ് വരുന്ന വേരിയൻ്റ് ആണ് VXi. സിസിലിംഗ് റെഡ് എന്നാണ് ഈ ഒരു കളർ ഓപ്ഷൻ പറയുന്നത്. ദെൻ ഈ വേരിയൻറ്റിലെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഞാൻ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു തരാം. നമുക്ക് ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ലോഗോയോട് ചേർന്ന് തന്നെ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് ഗ്രില്ലിൻ്റെ സൈഡിലുണ്ട്. ഇതൊരു പ്രീമിയം ഫീൽ കൊടുക്കുന്ന ഒരു എലമെൻറ്റാണ്. ഇത് ത്രൂ ഔട്ട് നമുക്ക് ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്കൂടെ മെർജ് ചെയ്ത് വരുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു റോഡ് പ്രസൻസ് ഇത് പ്രൊവൈഡ് ചെയ്യും. ഇതിനോട് ചേർന്ന് വരുമ്പോൾ ഹെഡ്ലാമ്പ് യൂണിറ്റിൽ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്. അത് ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വരുന്നത്. ഫോക്കസ്ഡ് ആയിട്ടൊരു വിസിബിലിറ്റി തരും. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് LED ഹെഡ്ലാമ്പ്സ് അവൈലബിൾ ആണ്. ഇൻഡിക്കേറ്ററും അതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ഫോഗ് ലാമ്പ് ഈ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴാണ് വരുന്നത്. ഈ വേരിയൻറ്റിൽ നമുക്ക് ഫോഗ് ലാമ്പ് വേണമെങ്കിൽ ആക്സസറി ചെയ്യാൻ ഒരു പ്രൊവിഷൻ കൂടെ ഉണ്ട്. അതിനോട് താഴെ തന്നെ എയർ വെൻ്റ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ എയർ കയറി അതിൽ പാസ് ചെയ്ത് പോകാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു എയറോഡൈനാമിക്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫീച്ചറാണിത്. ഈ വിക്ടോറസിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മിററിലാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കുന്നത്. ഇതൊരു സേഫ്റ്റി ഫീച്ചർ കൂടിയാണ്. മാത്രമല്ല ഒരു പ്രീമിയം ഫീലും പ്രൊവൈഡ് ചെയ്യും. ദെൻ ഡോറിലേക്ക് വരുമ്പം ഈ വേരിയൻറ്റിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡോർ റിക്വസ്റ്റ് സ്വിച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കീ നമ്മുടെ പോക്കറ്റിലോ ഹാൻഡ് ബാഗിലോ ഉണ്ടായാലും മതി. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റും. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡോറിൽ പവർ വിൻഡോയുടെ കൺട്രോൾസ് ആണ് കാണാൻ പറ്റുക. ഇത് പവർ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ജോയ്സ്റ്റിക്കാണ്. നമ്മുടെ മിറർ ഫോൾഡ് ചെയ്യാനുള്ള ബട്ടണാണ്. ദെൻ താഴേക്ക് വരുമ്പോൾ നമുക്ക് പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ളൊരു ബട്ടണാണ് ഈ കാണുന്നത്. ദെൻ ഡോർ ലോക്കും അൺലോക്കും ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് നമുക്ക് ഡ്രൈവർ വിൻഡോ ഡൗൺ ചെയ്യാനുള്ള ബട്ടണാണ്. അത് ഓട്ടോ ഡൗൺ നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോ അപ്പും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു ഹാർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ ഡൗൺ ആയിക്കോളും. വിൻഡോ അപ്പും ചെയ്യാൻ പറ്റും. ബാക്കി 3 വിൻഡോയിലും നോർമൽ പവർ വിൻഡോസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വിക്ടോറസിൻ്റെ VXi വേരിയൻറ്റിൽ 2 സ്പീക്കേഴ്സാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. 2 ഡോർസ്, ഫ്രണ്ട് 2 ഡോർസിലും സ്പീക്കർ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ട്വീറ്റേഴ്സും 2 അവൈലബിൾ ആണ്. മൈന്യൂട്ടായിട്ടുള്ള ഓഡിയോയും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ ഈ ട്വീറ്റേഴ്സ് സഹായിക്കും. ഇനി അടുത്ത് നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് പോകാം. ഡ്രൈവർ സീറ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക്കലി അല്ലാതെ മാനുവലി ഉള്ള ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് വരുന്നത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് വിക്ടോറസിൻ്റെ സ്റ്റിയറിംഗ് വീല് ടിൽറ്റും ടെലസ്കോപ്പിക്കും ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ ലീവർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ടിൽറ്റാണ്. നമുക്ക് ടെലസ്കോപ്പിക്കും ഉണ്ട്. നമ്മുടെ നേരെയും കൊണ്ടുവരാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് പൊസിഷനിൽ സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. സ്റ്റിയറിംഗിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്. കോളിംഗ് കൺട്രോൾസും അവൈലബിൾ ആണ്. ദെൻ സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. ദെൻ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നിങ്ങൾക്ക് കേട്ട് പരിചയം കാണും. മാരുതിയുടെ നമ്മൾ സിഗ്നലിലൊക്കെ എത്തുന്ന സമയത്ത് തന്നെ ഓഫായി പോകുന്ന ഒരു ഫീച്ചറാണ്. ആ സമയത്തെ എൻജിൻ ഓഫ് ചെയ്ത് ഫ്യൂവലിനെ ലാഭിക്കുന്ന ഒരു ഫീച്ചറാണ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ദെൻ അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാനുള്ള ഒരു ബട്ടണാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഹെഡ്ലാമ്പ് ലെവൽ ചെയ്യാനുള്ള ഡിവൈസാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, ദെൻ നമുക്ക് ക്ലസ്റ്റർ വരാൻ നേരത്തെ ഒരു ക്ലാസിക് ടൈപ്പ് ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് സ്പീഡോമീറ്ററും ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും കാണാനായിട്ട് സാധിക്കും. ഫ്യൂൽ ടാങ്കിന്റെ ലെവൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് എഞ്ചിൻ ടെമ്പറേച്ചറിന്റെ ഗേജ് ആണ്. ദെൻ ഇവിടെ നമുക്കൊരു MID കാണാനായിട്ട് സാധിക്കും. ഈ MIDയിൽ നമുക്ക് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും മൈലേജും ട്രിപ്പും എല്ലാം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ടച്ച് സ്ക്രീനാണ്. ടച്ച് സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്ക് VXi വേരിയൻറ്റിൽ 7 ഇഞ്ചിൻ്റെ മാരുതിയുടെ സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറയുന്ന ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ്. ടച്ച് സ്ക്രീനിൽ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലത്തെ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഹസാർഡ് ലൈറ്റ് ആണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് AC കൺട്രോൾസ് ആണ് അവൈലബിൾ. ഇത് നമുക്ക് ഫാൻ സ്പീഡ് കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടുമാണ്. AC ഓൺ ആക്കാനായിട്ടാണ്. ദെൻ എയർ സർക്കുലേഷൻ ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ സെലക്ട് ചെയ്യാനാണ്. ഫ്രണ്ട് ഡീഫോഗർ, അതായത് ഗ്ലാസ്സിൽ മിസ്റ്റൊക്കെ രാത്രി പോകുമ്പോൾ പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഓൺ ചെയ്താൽ മതി. ഇത് റിയർ ഡീഫോഗറാണ്. AC ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ് ഇത്രയും വരുന്നത്. ഇത് നമുക്ക് വോളിയം, നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും സെൻട്രലിൽ പ്രസ് ചെയ്താൽ മ്യൂട്ട് ചെയ്യാനും സഹായിക്കുന്ന ഒരു ബട്ടണാണ്. ഇവിടെ നമുക്ക് വരുന്നത് ഒരു ഫോൺ ഹോൾഡറാണ്. ഈ ഫോൺ ഹോൾഡർ നമുക്ക് അടുത്ത വേരിയൻറ്റിലേക്ക്, നെക്സ്റ്റ് ടോപ്പ് വേരിയൻസിലേക്ക് വരുമ്പോൾ ഒരു വയർലെസ് ചാർജർ ഇവിടെ വരും. ഇതിൽ നമുക്കൊരു ഫോൺ ഹോൾഡർ മാത്രമാണ് അവൈലബിൾ. പക്ഷേ എന്നാലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഫോൺ വയ്ക്കാനായിട്ട് വേറെ യൂട്ടിലിറ്റി സ്പേസ് യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. താഴെ വരുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ദെൻ ഇത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വെഹിക്കിളാണ്. ദെൻ ഇതിൻ്റെ സൈഡിനോട് ചേർന്ന് തന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ദെൻ ഇതിൽ നമുക്ക് കീയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും യൂട്ടിലിറ്റി സാധനങ്ങൾ ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ഹാൻഡ് ബ്രേക്കിനോട് ചേർന്ന് തന്നെ ഇവിടെ നമുക്ക് സെൻട്രൽ ആംറസ്റ്റ് അവൈലബിൾ ആണ് ഡ്രൈവറിന്.
ഇത് നമുക്ക് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റും. സ്റ്റോറേജും വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് സ്ലൈഡിങ്ങും അവൈലബിൾ ആണ്. റൂഫിലേക്ക് വരുമ്പോൾ നമുക്ക് മാപ്പ് ലാംപ്സ് അവൈലബിൾ ആണ്. ഇതിൽ വാം ലൈറ്റാണ് മാപ്പ് ലാംപ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ നമുക്ക് സുസുക്കി കണക്ട് അവൈലബിൾ ആണ്. ലോകത്തിൻ്റെ എവിടെ നിന്നും നമുക്ക് ഈ വെഹിക്കിൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനോട് ചേർന്ന് വന്നിരിക്കുന്ന ഒരു SOS ബട്ടണാണിത്. ഈ വെഹിക്കിൾ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻറ്റോ എമർജൻസിയോ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തേക്കുന്ന എമർജൻസി കോൺടാക്ട്സിലേക്ക് മെസ്സേജും കോളും പോകുന്നതാണ്. പിന്നെ നമുക്ക് സൺവൈസറാണ്. സൺവൈസറിൽ നമുക്ക് ഡ്രൈവർ സൈഡിലും ഡ്രൈവർ സൈഡിലും നമുക്ക് 2 സൈഡിലും വാനിറ്റി മിറേഴ്സ് അവൈലബിൾ ആണ്. അത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ഫീച്ചറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ റോയിലേക്ക് പോകാം. നമുക്ക് റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻറ്റീരിയറിൽ നമുക്ക് സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റ് അവൈലബിൾ ആണ്. ഹെഡ് റെസ്റ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. സെൻറ്ററിൽ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ബാക്കിലത്തെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് പോക്കറ്റ്സും അവൈലബിൾ ആണ് 2 സീറ്റിനും. റിയർ AC വെൻസ് നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ റിയർ AC വെൻറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് ചാർജിങ് പോർട്ടുകൾ, 2 C ടൈപ്പ് ആണ് ചാർജിങ് പോർട്ടുകൾ അവൈലബിൾ. അതിൻ്റെ താഴെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഡീസൻറ്റ് ലെഗ് റൂമും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിക്ടോറിയസിൻ്റെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് സ്പോയിലർ കാണാൻ സാധിക്കും. ആ സ്പോയിലറിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. നമുക്ക് ബാക്കിൽ വരുന്ന വെഹിക്കിൾസിൻ്റെ പുറകിൽ വരുന്ന ട്രെയിലിംഗ് വെഹിക്കിൾസിന് നമ്മൾ ബ്രേക്ക് ഇട്ടത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ നമുക്ക് ബാക്കിലത്തെ വിൻഷീൽഡിൽ നമുക്ക് ഡീഫോഗർ ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിൻഡോയിൽ എന്തെങ്കിലും നമുക്ക് മിസ്റ്റോ കാര്യങ്ങളോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തുനിന്ന് ബട്ടൺ ഓൺ ചെയ്താൽ അത് നമുക്ക് ക്ലിയർ ചെയ്ത് ആ മിസ്റ്റ് ക്ലിയർ ആയി പോകും. ഇതിനാണ് ഡീഫോഗർ നമ്മളെ സഹായിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള LED ടെയിൽ ലാംപ്സ് അവൈലബിൾ ആണ്. ദെൻ ഇത് VXI വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് ബാക്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 439 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ്, ഒരു വലിയ ബൂട്ട് സ്പേസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബൂട്ടിലെ നമുക്ക് ഈ ഒരു മാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ ടയറിൻ്റെ ഒരു പ്രൊവിഷൻ അവിടെയുണ്ട്. സ്പെയർ ടയർ നമുക്ക് വെഹിക്കിളിൽ അവൈലബിൾ അല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ വെഹിക്കിളിൽ ഒരു പഞ്ചർ കിറ്റാണ്. സ്പെയർ ടയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടയറിന് എന്തെങ്കിലും പഞ്ചേഴ്സോ കാര്യങ്ങളോ വന്നാൽ ഈ കാണുന്ന വൈറ്റ് ബോട്ടിലൊരു സീലൻ്റാണ്. ആ സീലൻ്റ് ആ ഫ്രണ്ടിലിരിക്കുന്ന ബ്ലാക്ക് മോട്ടർ വെച്ച് നമ്മൾ ടയറിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് ആ ഹോള് നമുക്ക് താൽക്കാലികമായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് പെർമനൻ്റ്ലി നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബാക്കിൽ നമ്മൾ കാണുന്നത് ചൈൽഡ് സീറ്റ് ആങ്കറേജ് ആണ്. കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുമ്പം അവരുടെ സീറ്റ് നമുക്ക് ഹുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് ഇവിടെ കാണുന്നത്. 2 സൈഡിലായിട്ടും ചെറിയൊരു സ്റ്റോറേജ് യൂട്ടിലിറ്റി സ്പേസും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ലഗേജ് ലാമ്പാണ്. രാത്രിയൊക്കെ നമുക്ക് ലഗേജ് എടുക്കുന്ന സമയത്ത് ഈ ലൈറ്റ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാവുന്നതാണ്. വിക്ടോറിയസിൽ വരുമ്പോൾ 45 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. E20 നോംസ് പാലിക്കുന്ന ഒരു എഞ്ചിനാണ് നമുക്ക് ഈ വിക്ടോറിയസിൽ മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിക്ടോറിയസിൻ്റെ വീൽസിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് 17 ഇഞ്ചിൻ്റെ വീൽസാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ നമുക്ക് വീൽ കവറാണ് വരുന്നത്. നെക്സ്റ്റ് വേരിയൻറ്റ് ZXi പ്ലസ് വേരിയൻറ്റ്സ് നമുക്ക് അലോയ് വീൽസ് അവൈലബിൾ ആണ്. വിക്ടോറിയസിൻ്റെ എഞ്ചിനെ പറ്റി പറയുമ്പോഴത്തേക്കും 1.5 ലിറ്റർ സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനാണ് നമ്മൾ ഈ ഒരു വേരിയൻറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കാണുന്ന മോഡൽ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ബൂട്ടിൽ നമുക്ക് ആ മാറ്റിൻ്റെ അണ്ടറിലായിട്ട് ബാറ്ററി പാക്കൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ എഞ്ചിന് മാരുതി പറയുന്ന മൈലേജ് മാനുവൽ ട്രാൻസ്മിഷന് വേണ്ടി 21.18 ദെൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് വേണ്ടി 21.06. പിന്നെ നമുക്കിതിൽ തന്നെ ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവ് വരുമ്പോൾ 19.07 മാരുതി പറയുന്ന മൈലേജ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ ചെയ്യുന്നതാണ്. താങ്ക് യു.